ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി 27ാമത്തെ ക്ലാസ്. കിതാബിന്റെ ഉദ്ധരണി സ്ക്രീനിൽ കാണാം. നേരെ വിഷയത്തിലേക്ക് കടക്കാം. മാ യഹ്റുമു ബിൽ ഹദസിൽ അക്ബരി, വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ. ഹദസുൽ അക്ബർ, വലിയ അശുദ്ധി. മാ ഇവിടെ മൗസൂലയാണ്. മാ യഹ്റുമു, ഹറാമാകുന്ന കാര്യങ്ങൾ. മാ, ചില കാര്യങ്ങൾ. യഹ്റുമു, ആ കാര്യങ്ങൾ ഹറാമാകും. ബിൽ ഹദസിൽ അക്ബരി, വലിയ അശുദ്ധി കൊണ്ട്. അപ്പൊ വലിയ അശുദ്ധി ഉണ്ടായാൽ ഹറാമാകുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വരുന്നത്. യഹ്റുമു ബിൽ ജനാബത്തി വബിൽ വിലാദത്തി ജമീഉ മാ ഹറമ ബിൽ ഹദസിൽ അസ്വാരി. യഹ്റുമു ബിൽ ജനാബത്ത്, ജനാബത്ത് കൊണ്ട് ഹറാമാകും. വബിൽ വിലാദത്തി, ഇവിടെ ജനാബത്ത് എന്നുള്ളതിന്റെ ഒന്ന് നമ്പർ നോക്കുക. ഹദസുൻ യഹ്സുലു ബി ഖുറൂജിൽ മനി, മനിയെ പുറപ്പെടൽ കൊണ്ടുണ്ടാകുന്ന ഹദസാണ് ഹദസുൽ അക്ബർ. ഔ ദുഖൂലുൽ ഹശ്ഫത്തി ഫിൽ ഫർജി, ഹശ്ഫ ഫർജിൽ പ്രവേശിക്കുന്നത് കൊണ്ട് ഉണ്ടായിത്തീരുന്ന അശുദ്ധി, അതിനാണ് ജനാബത്ത് എന്ന് പറയാം. ഹശ്ഫ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ലൈംഗിക അവയവത്തിന്റെ അഗ്രഭാഗത്തെ നമ്മൾ തൊലി നീക്കം ചെയ്യാറുള്ള ആ ഭാഗത്തിനാണ് ഹശ്ഫ എന്ന് പറയാം. അത് ഫർജ് എന്ന് പറഞ്ഞാൽ ലൈംഗികാവയവം, ലൈംഗികാവയവത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ് കുളി നിർബന്ധം, ഈ ജനാബത്ത് ഉണ്ടായിത്തീരുന്നത്. പിന്നെ വബിൽ ജനാബത്ത്, ജനാബത്ത് കൊണ്ട്, വബിൽ വിലാദത്ത്, വിലാദത്ത് കൊണ്ട് ഹറാമാകും, പ്രസവം. എന്തൊക്കെ? ജമീഉ മാ ഹറമ ബിൽ ഹദസിൽ അസ്വരി, ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും. ജമീഉ മാ ഹറമ, ഹറാമായ എല്ലാ കാര്യങ്ങളും. ബിൽ ഹദസിൽ അസ്വരി, ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായ എല്ലാ കാര്യങ്ങളും വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകും. ജനാബത്ത്, പ്രസവം. വയഹ്റുമു ബിഹിമ, ഇവിടെ 2ാം നമ്പർ ഇല്ല. വയഹ്റുമു ബിഹിമ, ചെറിയ അശുദ്ധി കൊണ്ടും വലിയ അശുദ്ധി കൊണ്ടും ഹറാമാകും. ബിഹിമ എന്ന് പറഞ്ഞാൽ അത് 2 കൊണ്ട്. സിയാദത്തൻ അലൈഹി, ഈ പറയപ്പെട്ടതിനേക്കാൾ കൂടുതലായിട്ട്. അമ്രാനി, 2 കാര്യം. ഏതാണ് ആ 2 കാര്യം? അൽ മക്സൂ ഫിൽ മസ്ജിദി, പള്ളിയിൽ താമസിക്കൽ. പള്ളിയിൽ താമസിക്കൽ കൂടെ ഹറാമാണ്. ഖിറാഅത്തുൽ ഖുർആനി, ഖുർആൻ പാരായണം ചെയ്യും. ബി ഖസ്ദിഹി, ഖുർആൻ എന്ന കരുത്തോടു കൂടെ ഖുർആൻ പാരായണം ചെയ്യും. വലോ ഹർഫ മിൻഹു, അത് അതിലെ ഒരക്ഷരാണെങ്കിൽ പോലും ഖുർആൻ എന്ന നിയ്യത്തോടു കൂടെ പാരായണം ചെയ്യാൻ പാടില്ല. വതഹല്ലു അദ്കാറുഹു, ഖുർആനിലെ ദിക്റുകൾ ഹലാലാകും. ബിലാ ഖസ്ദി ഖുർആൻ, ഖുർആൻ എന്ന് കരുത്തില്ലാതെ ഖുർആനിലെ ദിക്റുകൾ എന്താണ്? ഹലാലാണ്. അശുദ്ധിയുള്ളപ്പോഴും ചൊല്ലാം. ഇതുപോലെ കഅയ്യഖൂല ഇൻദൽ അക്ലി, കഅയ്യഖൂല പറയുന്നത് പോലെ, ഇൻദൽ അക്ലി ഭക്ഷിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നു. അപ്പൊ ഇത് ദിക്റാണ് ഇവിടെ ഉദ്ദേശ്യം. പക്ഷെ അത് ഖുർആനിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ വന്നതാണെങ്കിലും ദിക്ർ എന്ന ഉദ്ദേശത്തോടു കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജനാബത്തുകാരന് ചൊല്ലുന്നതിൽ തെറ്റില്ല, സുന്നത്ത് തന്നെയാണ്. ഇന്ദർ റുക്കൂബി, അതുപോലെ വാഹനം കയറുമ്പോൾ ചൊല്ലുക സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഇത് ഖുർആനിലും ഉണ്ട് ഈ ദിക്ർ. അപ്പൊ ദിക്ർ എന്ന ഉദ്ദേശത്തോടെ ജനാബത്തുള്ളപ്പോഴും ഇത് ചൊല്ലാം. വൈന്ദൽ മുസീബത്ത്, മുസീബത്ത് ഉണ്ടാകുമ്പോൾ ചൊല്ലുന്ന ദിക്ർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഖുർആനിൽ ഇതിലുള്ള ദിക്റാണ്. പക്ഷെ ദിക്ർ എന്ന ഉദ്ദേശത്തോടെ ജനാബത്തുള്ളവൻ അത് ചൊല്ലാം. വക്കൽ മുക്തി ഫിൽ മസ്ജിദി, പള്ളിയിൽ താമസിക്കുന്നത് പോലെ തന്നെയാണ് തറദ്ദുദു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകൽ. അത്തറദ്ദുദു ഫീ, പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ. ലാ അബൂറുഹു, പള്ളിയിൽ മുറിച്ചു കിടക്കലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല് പാടില്ലാത്തതാണ്. അബൂർ എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു റൂമിലുള്ളപ്പോ ജനാബത്തുകാരനായി, അയാൾക്ക് റൂമിൽ നിന്ന് പുറത്തു പോകാൻ പള്ളിയെ വഴിയുള്ളൂ. അപ്പൊ പള്ളിയിലൂടെ പുറത്തേക്ക് പോകണം. അപ്പൊ അങ്ങനെ അബൂർ, വിട്ടുകിടക്കുക. അബൂർ, വിട്ടുകിടക്കുക. ഫഹുവ ബിലാ ഗറളിൻ, ഈ വിട്ടുകിടക്കൽ തന്നെ ആവശ്യമൊന്നും ഇല്ലാതെ ഖിലാഫുൽ ഔലയാണ്. യഹ്റുമു ബിൽ ഹൈളി, ഹൈള് കൊണ്ട് ഹറാമാകും. വൻ നിഫാസി, നിഫാസ് കൊണ്ട് ഹറാമാകും. ഹൈള് മെൻസസ്, നിഫാസ് പ്രസവരക്തം. മാ യഹ്റുമു ബിൽ ജനാബത്തി, ജനാബത്ത് കൊണ്ട് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും ഹൈളു നിഫാസ് ഉണ്ടായാൽ ഹറാമാണ്. യഹ്റുമു ബിഹിമ, ഈ ഹൈള് നിഫാസ് കൊണ്ട്, ഇവ 2 കൊണ്ടും ഹറാമാകും. സിയാദത്തൻ അലൈഹി, പറയപ്പെട്ടതിനേക്കാൾ അധികമായിട്ട്. അർബഅത്തു ഉമൂരിൻ, 4 കാര്യങ്ങൾ ഹറാമാണ്. ഏതൊക്കെയാണത്? അസ്സൗമു, നോമ്പ്. വത്വലാഖു, ത്വലാഖ്. വൽ ജിമാഉ, ജിമാ, സംയോഗം ചെയ്യുക. വലോ ബില ഹൈലിൻ, ഇത് മറയൊന്നും ഇല്ലാതെയാണെങ്കിലും ജിമാ ഹറാമാണ്.
അപ്പൊ മുബാശറത്തും ആബൈന സുറത്തിഹ റുക്ബത്തിഹ, മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗത്ത് എന്ത് ചെയ്യുന്നത്, ശാരീരിക ബന്ധം പുലർത്തുന്നതും ഹറാമാണ്, ബില ഹായിലിൻ, മറയില്ലാതെ. വൈദംഖതഅദ്ദമു, രക്തം മുറിഞ്ഞാൽ ഹല്ല, അനുവദനീയമാണ്. എന്തൊക്കെ ഖബലൽ ഉസ്രി, കുളിയുടെ മുമ്പ് അനുവദനീയമാണ്. അസ്സൗമു വത്വലാഖ്, നോമ്പും ത്വലാഖും ഹലാലാണ്. രക്തം നിന്നു എന്നാൽ നോമ്പ് അവിടെ നിന്ന് അങ്ങോട്ട് നോൽക്കാം. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 5 മണിക്കാണ് സുബഹി, 4:30 മണിക്ക് രക്തം നിന്നു, കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും സമയമില്ല, അത്താഴമൊക്കെ കഴിച്ചു, അയാള് കുളിക്കാതെ തന്നെ എന്ത് ചെയ്തു, നോമ്പിന് നെയ്യത്ത് വെച്ച് നോമ്പ് ആരംഭിക്കാം, നോമ്പിന് തടസ്സമില്ല. തൊലാഖും അങ്ങനെ തന്നെ. നമ്മൾ ജിമാഉ, എന്നാൽ ജിമാഅ് വൽ മുബാശറത്ത് ഫലാ യജൂസാനി, അത് രണ്ടും അനുവദനീയമല്ല. ഇല്ല ബഅദൽ ഗുസ്ലി, കുളിച്ചതിന് ശേഷമല്ലാതെ, കുളിച്ചതിന് ശേഷം മാത്രമേ അത് അനുവദനീയമാവുകയുള്ളൂ. അപ്പോ വലിയ അശുദ്ധി ഉണ്ടായാൽ ഹറാമാകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത്. ഇനി സംസാരിക്കാനുള്ള വിഷയം അഹ്കാമുൽ ഇസ്തിഹാദത്താണ്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ആ വിഷയങ്ങളും പഠിക്കാം. അപ്പൊ ഈ വിഷയങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങൾ, ഇവിടെ പരാമർശിക്കുന്നത് എന്താണ്? നമ്മൾ പരാമർശിക്കുന്നത് വലിയ അശുദ്ധി ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല എന്നാണ് ഇതുവരെ പരാമർശിച്ചത്. അപ്പൊ വലിയ അശുദ്ധി ഏതൊക്കെയാണ്? ഹദസുൽ അക്ബർ, ഒന്ന് ജനാബത്ത്. ജനാബത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. 2 പ്രസവം നടന്നാൽ അത് വലിയ അശുദ്ധിയാണ്. അവിടുന്ന് അങ്ങോട്ട് കുളി നിർബന്ധമാകുന്ന അശുദ്ധിക്കാണ് വലിയ അശുദ്ധി കൊണ്ട് നമ്മൾ ഇവിടെ പറയും. പിന്നെ പള്ളിയിൽ അതായത് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളെല്ലാം ഖുർആൻ തൊടുക, അതുപോലെ നിസ്കരിക്കുക, തവാഫ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാണ്. ഇതൊക്കെ വലിയ അശുദ്ധി ഉണ്ടായാലും ഹറാമാണ്. അതോടൊപ്പം തന്നെ പള്ളിയിൽ താമസിക്കാൻ പാടില്ല. ചെറിയ അശുദ്ധി ഒരാൾക്ക് പള്ളിയിൽ താമസിച്ച തെറ്റില്ല, അതേസമയത്ത് വലിയ അശുദ്ധി ഉള്ളപ്പോൾ പള്ളിയിൽ താമസിക്കാൻ പറ്റില്ല. ഖുർആൻ ഓതല് വലിയ അശുദ്ധി ഉള്ളവൻ ശുദ്ധിയായിട്ടാണ് ഖുർആൻ ഓതേണ്ടത്. അതിലെ ദിക്റുകൾ ചൊല്ലാവുന്നതാണ്. ദിക്റുകളുടെ ഉദാഹരണമൊക്കെ പറഞ്ഞു. ഇതേ കാറ്റഗറിയിൽ വരുന്ന, ഇതേ ഇനത്തിൽ വരുന്നതാണ് ഹൈദ് നിഫാസ്. അപ്പൊ ഹൈദ് നിഫാസ് ഉണ്ടാകുന്ന സമയത്ത് നോമ്പും തൊലാഖും കൂടെ ഹറാമാണ് ആ സമയത്ത്. അപ്പൊ ഇത്രയും വിഷയങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൽമ് പഠിക്കാൻ വേണ്ടി എപ്പോഴും ജീവിതത്തിൽ ഒരു സമയം മാറ്റിവെക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.